ഈ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനം തന്നെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫ്ലോപ്പാണ്. കാരണം ഇവർ പറയുന്നത് എന്താ, പഞ്ചായത്തുകൾ തന്ന ലിസ്റ്റ്, നഗരസഭകൾ, തദ്ദേശഭരണ സ്ഥാപനങ്ങൾ തന്ന ലിസ്റ്റിലുള്ള ആളുകളെയൊക്കെ ഞങ്ങൾ ചെയ്തു എന്നാ. അപ്പൊ അങ്ങനെ ലിസ്റ്റിൽ പെടാത്ത ആളുകൾ കേരളത്തിലുണ്ടോ? അതിദാരിദ്ര്യം അവരല്ലേ കൂടുതൽ അനുഭവിക്കണേ. പഞ്ചായത്തിന് പോലും അറിയാതെ, റവന്യൂ വകുപ്പിന് അറിയാതെ അങ്ങനെ കുറെ ആളുകൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരല്ലേ അതിദാരിദ്ര്യത്തിന് ഒന്നാം പട്ടികയിൽ വരേണ്ടത്. എന്തേ വരാത്? ഇപ്പോൾ ആറളത്തെ ഒരു പത്രം സീരിയസ് ആയി റിപ്പോർട്ട് ചെയ്തു. 44 കുടുംബങ്ങൾ, ചതിരൂർ എന്ന് പറയുന്ന പ്രദേശത്ത് 44 കുടുംബങ്ങൾ വെറും നിലത്ത് ജീവിക്കുകയാണ്. അവർക്ക് വീടില്ല, ഭൂമിയില്ല, ഒന്നുമില്ല. വീടില്ല എന്ന് മാത്രമല്ല, അത് പുഴയുടെ ഓരത്താണ് ജീവിക്കുന്നത്. 2 ദിവസം മഴ പെയ്താൽ അവിടെയൊക്കെ അരയ്ക്ക് മീതെ വെള്ളമാണ്, അവിടെ താമസിക്കാൻ പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? കുട്ടിയും കൂടും കിടക്കൊക്കെ എടുത്ത് ഗർഭിണികളെയും വൃദ്ധരെയും ഒക്കെ പൊക്കി ആറളം ഫാമിലേക്ക് കയറും. അവിടെ താൽക്കാലികമായ ഒരു ഷെഡ് കെട്ടി താമസിക്കും. അത് കഴിഞ്ഞാൽ മഴ മാറിയാൽ അവർ താഴേക്ക് വരും. അപ്പോഴും അവർക്ക് വീട് ഒന്നുമില്ല, ടർപോൾ ഷീറ്റോ എന്തെങ്കിലുമൊക്കെ കെട്ടിയാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് വാഹനങ്ങളില്ല, അവർക്ക് ഗർഭിണികൾ അവിടെ തന്നെ വണ്ടി വരാത്തതുകൊണ്ട് പ്രസവിച്ച കേസുകളുണ്ട്, മരണം നടന്ന കേസുകളുണ്ട്. 100 വയസ്സായ ആൾ മുതൽ 1 വയസ്സായ കുട്ടി വരെ ഉണ്ടെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതറിഞ്ഞില്ല എന്നാണോ? ഇതറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവർക്ക് ഭൂമി കൊടുക്കാൻ വേണ്ടി മുൻപുണ്ടായിരുന്ന കളക്ടർ ചില നടപടികൾ സ്വീകരിച്ചതാണ്. ആ കളക്ടർ പോയി, അതോടുകൂടി നടപടിയും തീർന്നു. ഇവരിനി സമീപിക്കാത്ത ആളുകളില്ല. പുനരധിവാസ ഭൂമിയിൽ ഇവർക്ക് കൊടുക്കണമെന്ന് ഇവർ പറഞ്ഞു, പ്രളയ പുനരധിവാസ ഭൂമിയിൽ. അത് കൊടുത്തില്ല. ആറളം ഫാമിൽ ഇതിന്റെ സ്ഥിതി, ആറളം ഫാം മൊത്തം ഉണ്ട് അതിന്റെ സ്ഥിതി. അവിടെ രാജവെമ്പാല മുതൽ കാട്ടാന വരെയുള്ള എല്ലാ ചേട്ടന്മാരും ഉണ്ട്. ഇവരെപ്പോ വേണി കയറി വരാം വീട്ടിലേക്ക്. വീടില്ലല്ലോ, ഇവർ കിടക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോ ഇവർക്ക് ആകെയുള്ളൊരു സർക്കാർ സഹായം 30 കിലോ അരി മാസം കിട്ടുന്നതാണ്. ആ 30 കിലോ അരി കൊണ്ട് മരിക്കാതെ ജീവിക്കുന്ന കുറെ മനുഷ്യർ, അവർക്ക് തൊഴിൽ കിട്ടുമെന്നറിയില്ല, ഒന്നും കിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അതിദാരിദ്ര്യമല്ല, അവരില്ലാത്ത മനുഷ്യരാ. അവരൊരു പട്ടികയിലും പെടാത്ത മനുഷ്യരാ. ഈ പട്ടികയിൽ പെടാത്ത മനുഷ്യരെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ അതിദാരിദ്ര്യം എന്ന് പറയുന്നത്. കളക്ടറുടെ ഓഫീസിൽ ഇവരുടെ അപേക്ഷ ഉണ്ടല്ലോ, എത്ര കാലമായി കിടക്കുന്നു. അപ്പോ റവന്യൂ വകുപ്പ് അറിയാത്തതല്ല, പട്ടികജാതി പട്ടികക്ഷേമ വകുപ്പ് അറിയാത്തതല്ല, SC പ്രൊമോട്ടർക്ക് അറിയാം, ആ വഴി ഇവർക്കൊക്കെ അറിയാം. എന്തേ കൊടുക്കാത്തത്? ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല, കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഇവർ നമ്മുടെ ലിസ്റ്റിലില്ല. അതിദാരിദ്ര്യക്കാരിൽ നിന്ന് ഇവരെ ഒഴിവാക്കുകയാണ്. ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫ്ലോപ്പ് എന്ന് ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ്, തള്ളു മാത്രം. സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് നിങ്ങൾക്ക് തള്ളുണ്ടാക്കാം. അത് സാധാരണ പറയാറുള്ളൊരു സംഗതിയുണ്ട്, നുണ, വലിയ നുണ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ്. ഏറ്റവും വലിയ നുണ സ്റ്റാറ്റിസ്റ്റിക്സ് ആവും, സ്ഥിതിവിവര കണക്ക്. ഇങ്ങനെ ഇട്ടാൽ 1000 പേരുള്ളതിൽ 850 പേരും ഞങ്ങൾ ചെയ്തു. പക്ഷെ ബാക്കി 150 പേരായിരിക്കും ശരിക്കും അർഹരായ ആളുകൾ. അപ്പൊ ഇവിടെ ഇതെന്തുകൊണ്ട് സർക്കാരിന്റെ ശ്രദ്ധയിൽ വരുന്നില്ല? അതിദാരിദ്ര്യ പ്രഖ്യാപനം നടത്താൻ എന്താ അത്ര തിരക്ക്? ഇവരുടെയും കൂടി പരിഗണിച്ചിട്ട് മതിയായിരുന്നില്ലേ ചെയ്യാൻ? എല്ലാ റവന്യൂ ഓഫീസിലും ചോദിച്ചിരുന്നെങ്കിൽ ഇവർ ഈ പട്ടിക കിട്ടുമായിരുന്നല്ലോ. കണ്ണൂർ കളക്ടറേറ്റിൽ ചോദിച്ചിരുന്നെങ്കിൽ രേഖ കിട്ടുമായിരുന്നല്ലോ. ഇവരുടെ അതിദാരിദ്ര്യം മുക്തമാക്കാമായിരുന്നല്ലോ. അതോ 30 കിലോ അരി കൊടുത്താൽ അതിദാരിദ്ര്യം തീർന്നു എന്നാണോ സർക്കാർ കണക്കാക്കണേ? കിടക്കാൻ വീടില്ല, സ്ഥലമില്ല, വോട്ടർ പട്ടികയിൽ പേരില്ല, ഒന്നുമില്ല. അപ്പൊ അതിദാരിദ്ര്യം തീരണമെങ്കിൽ പണിയ വിഭാഗത്തിൽപ്പെട്ട ഈ 100ഓളം മനുഷ്യർക്ക് അവര് അതിദരിദ്രരല്ല. ഇത് ഇനി വേറെ പല സ്ഥലത്തും കണ്ടേക്കാം. ഞാൻ പറയുന്ന ഒരു ഗവൺമെന്റ് ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ അത് ഫ്ലോപ്പ് ആവരുത്. പ്രഖ്യാപനം നടത്തുമ്പോൾ അത് എല്ലാ പഠനങ്ങൾക്ക് ശേഷമാവണം. അങ്ങനെ അല്ലാതെ നടത്തിയാൽ അത് വലിയ തോതിലുള്ള ദുരന്തത്തിലേക്ക് നയിക്കും എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്.